ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കിടിലൻ സ്പോട്ടാണ്. കാണുമ്പോൾ തന്നെ നമ്മൾ ഏതോ മരുഭൂമിയിൽ എത്തിപ്പെട്ട ഫീലിങ്സ് ഒക്കെ നൽകുന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു പ്രദേശം. വിശാലമായി വരണ്ട് കിടക്കുന്ന മണൽപ്പരപ്പിൽ അങ്ങിങ്ങായി ഇലയൊക്കെ പൊഴിച്ച് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന കള്ളിമുൾ ചെടികൾ. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇവിടെ വന്നപ്പോൾ മരുഭൂമിയിലെ കള്ളിമുൾ ചെടികൾക്കിടയിൽ എത്തിപ്പെട്ട ഒരു ഫീലിങ്സ് പോലെ ഉണ്ട്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇവിടേക്ക് എത്തിപ്പെടുന്നത്. ഇവിടെ എത്തിപ്പെട്ടാൽ മടങ്ങി വരാൻ തോന്നാത്ത ഒരു സ്വപ്നസുന്ദരമായ ഒരു ലോകമാണിത്. ഇവിടെ നിന്ന് എടുക്കുന്ന ഫോട്ടോയും വീഡിയോസൊക്കെ അത്ര മനോഹരമായിരിക്കും. ഇത് എവിടെയാണെന്ന് അറിയാനുള്ള കൗതുകം ഇപ്പോൾ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇത് നമ്മുടെ പൊന്നാനി ബീച്ചിലുള്ള ഒരു അപൂർവമായ കാഴ്ചയാണിത്. എന്നാൽ പൊന്നാനി ബീച്ചിൽ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും അറിയാതെ പോകുന്ന, കാണാതെ പോകുന്ന ഒരു സുന്ദരമായ പ്രദേശമാണിത്. കടലും കടൽ തീരവും അതിൻ്റെ അനുഭവമൊക്കെ മാറിയിട്ട് വരണ്ട മണലും അങ്ങിങ്ങായി ഒറ്റപ്പെട്ട് കരിഞ്ഞിണങ്ങി നിൽക്കുന്ന കുറ്റിച്ചെടികളും മരങ്ങളും നിറഞ്ഞ ഒരു ചെറിയ ഭാഗം. സാധാരണ ബീച്ചിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ലൈറ്റ് ഹൗസും അതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളും കടലും കടൽ തീരം തിരമാല ഒക്കെ ആസ്വദിച്ച് മടങ്ങിപ്പോരുകയാണ് ചെയ്യാറ്. കടൽ തീരത്തു കൂടി കൂടുതൽ ദൂരം നടക്കാൻ ഭൂരിഭാഗം ആളുകളും താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് ബീച്ചിലുള്ള ഈ സ്വപ്നതുല്യമായ ഈ പ്രദേശത്ത് എത്തിച്ചേരുന്നത്. പൊന്നാനിയിലെ ബീച്ച് കാണാനായി വരുന്നവരെല്ലാം ലൈറ്റ് ഹൗസും അതിനടുത്ത പ്രദേശങ്ങളും അതിനടുത്തുള്ള കടൽ തീരവും കടൽക്കാറ്റും ഒക്കെ ആസ്വദിച്ച് മടങ്ങിപ്പോരുകയാണ് ചെയ്യാറ്. എന്നാൽ ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്ക് പോകാതെ നേരെ ഓപ്പോസിറ്റ് അഴിമുഖം ഭാഗത്തേക്കുള്ള വഴിയിൽ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള കടൽ തീരത്തു കൂടി കുറച്ച് ദൂരം നടന്നാൽ ഈ മരുഭൂമി തീരത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. കടൽ തീരങ്ങളിലെ പതിവ് കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം പകരുന്ന ഒരു ചെറിയ പ്രദേശം. ഇവിടെ എത്തിപ്പെട്ടപ്പോൾ മറ്റൊരു ലോകത്ത് എത്തിപ്പെട്ട അനുഭവമാണ് തോന്നിയത്. വരണ്ടുണങ്ങിയ മരങ്ങൾ, തരിശായി കിടക്കുന്ന മണൽപ്പരപ്പും ചേർന്ന് പച്ചപ്പ് തീരെയില്ലാത്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലോകം. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അപൂർവമായ സൗന്ദര്യം നൽകുന്ന ഒരു മരുഭൂമി തീരമാണിത്. പൊന്നാനി തീരം കാണാൻ പോയി ഇതൊന്നും കാണാതെ മടങ്ങിപ്പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. കാഴ്ചയും അനുഭവമൊക്കെ ഇല്ലാതാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പോയിട്ട് ഈ സുന്ദരമായിട്ടുള്ള ഈ പ്രദേശം കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇനി പൊന്നാനി ബീച്ചിൽ പോകുന്നവർക്കൊന്നും ഈ കാഴ്ച നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പൊന്നാനി ബീച്ചിലുള്ള ഒരു മരുഭൂമി കാഴ്ച തന്നെയാണിത്, അല്ലെങ്കിൽ മരുഭൂമി അനുഭവം തന്നെയാണിത്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കടൽ തീരത്തിൻ്റേതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് തോന്നുന്നില്ല. നമ്മൾ എത്തിപ്പെട്ടത് മറ്റേതോ ഒരു ലോകത്താണ് എന്നുള്ളൊരു ഫീലിങ്സ് മാത്രമാണത്. സത്യം പറയാലോ, എനിക്കിവിടെ എത്തിപ്പെട്ടപ്പോൾ തിരിച്ചു പോരാൻ തന്നെ തോന്നുന്നില്ല. അത്രയും മനോഹരമാണ് ഈ പ്രദേശം. എനിക്ക് മാത്രമല്ല, ഇവിടെ എത്തിപ്പെട്ട ആകെ കുറച്ച് ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവരൊക്കെ അവിടുന്ന് അതിൻ്റെ പല ഭാഗത്തായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളിൽ എത്ര പേര് പൊന്നാനി തീരത്ത് പോയപ്പോൾ ഈ പ്രദേശത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്? ഇവിടെ എത്തിപ്പെട്ടവരെല്ലാം അവരുടെ അനുഭവങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുമല്ലേ?